ഓക്കെ, അതിന് വേണ്ടിയിട്ട് നമ്മൾ ക്യാപ്കട്ടിൽ നമുക്ക് ആവശ്യമുള്ള വീഡിയോ ക്ലിപ്പുകളെല്ലാം ആഡ് ചെയ്തിട്ട് നമ്മൾ അതിൻ്റെ വോളിയം ഒക്കെ ഉണ്ടെങ്കിൽ ആ വോളിയം എല്ലാം ഒന്ന് കുറച്ച് കറക്റ്റ് ഒന്ന് സെറ്റ് ചെയ്ത് വെക്കണം. നമുക്ക് ക്യാപ്കട്ടിലാണ് നമ്മൾ ഈ വീഡിയോ എഡിറ്റ് ചെയ്യണത്. അപ്പോൾ ഇതുപോലെ തന്നെ നമ്മൾ കറക്റ്റായിട്ട് നമുക്ക് ആവശ്യമുള്ള ക്ലിപ്പുകൾ കംപ്ലീറ്റ് ഒന്ന് സെറ്റാക്കി വെക്കുക. ഓക്കെ, അതിന് ശേഷം നമ്മൾ ആ എഫക്റ്റ് ക്ലിക്ക് ചെയ്തിട്ട് വീഡിയോ എഫക്റ്റ് സെലക്ട് ചെയ്തിട്ട് സൈഡിലോട്ട് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നൈറ്റ് ക്ലബ് എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ടാകും. അതിൽ വന്നിട്ട് നമുക്ക് റീബൗണ്ട് സിങ്ക് എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ടാകും. അത് ഓപ്പൺ ചെയ്തിട്ട് അതിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റിൽ അതിൻ്റെ ഇൻറ്റൻസിറ്റി വന്നിട്ട് ഒരു 15 സെറ്റ് ചെയ്ത് കൊടുക്കുക. അതിന് ശേഷം നമ്മൾ ബാക്ക് വന്നതിന് ശേഷം നമ്മുടെ ഓരോ വീഡിയോ ക്ലിപ്പിൻ്റെയും കറക്റ്റ് ഡ്യൂറേഷനിൽ തന്നെ ഈ എഫക്റ്റ് നമ്മളൊന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുക. കറക്റ്റ് ആ വീഡിയോ എവിടെ അവസാനിക്കുന്നോ, ഓരോ വീഡിയോ ക്ലിപ്പ് എവിടെ അവസാനിക്കുന്നോ അവിടെ വെച്ചിട്ട് ഈ എഫക്റ്റും കറക്റ്റ് ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ആ സെയിം എഫക്റ്റിൽ തന്നെ വീണ്ടും ക്ലിക്ക് ചെയ്തിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് എല്ലാ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന എല്ലാ വീഡിയോ ക്ലിപ്പിലോട്ടും ജസ്റ്റ് ഒന്ന് കോപ്പി ചെയ്ത് ഒന്ന് സെറ്റാക്കി കൊടുക്കണം. നമ്മൾ ജസ്റ്റ് ആ എഫക്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് ജസ്റ്റ് ആ കോപ്പി എന്നുള്ളൊരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് ഇതേപോലെ അടുത്ത ക്ലിപ്പിലോട്ട് നമുക്ക് കോപ്പി ആയി കിട്ടും. അത് വീണ്ടും നമ്മുടെ എത്ര ക്ലിപ്പുണ്ടോ ആ ക്ലിപ്പിലോട്ട് ഫുള്ള് കോപ്പി ചെയ്ത് കൊടുക്കുക. അപ്പോൾ വേറെ ഏതെങ്കിലും ക്ലിപ്പിന് കൂടുതലോ കുറവോ ഉണ്ടെങ്കിൽ അത് കറക്റ്റായിട്ടൊന്ന് ഡ്യൂറേഷനൊന്ന് കറക്റ്റാക്കി ഒന്ന് സെറ്റ് ചെയ്ത് കൊടുത്തേക്കുക. അതിനുശേഷം വീണ്ടും നിങ്ങൾ എഫക്റ്റിൽ പോയിട്ട് വീഡിയോ എഫക്റ്റിൽ പോയിട്ട് അതിൽ ഓപ്പണിംഗ് ആൻഡ് ക്ലോസ് എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ടാകും. ഓപ്പണിംഗ് ആൻഡ് ക്ലോസിങ് എന്നുള്ളത് അതിൽ താഴത്തോട്ട് സ്ക്രോൾ ചെയ്ത് വന്നിട്ടുണ്ടെങ്കിൽ സ്ലാൻറ്റഡ് ബ്ലറർ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അത് സെലക്ട് ചെയ്തതിന് ശേഷം അതിൻ്റെ ബ്ലറർ എന്നുള്ള ഓപ്ഷനും 50 ആയി കൊടുക്കുക, റൊട്ടേറ്റ് എന്നുള്ളൊരു ഓപ്ഷനും 50 ആയി കൊടുക്കുക. എന്നിട്ട് എന്ത് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ ഓരോ ക്ലിപ്പുകൾ അവസാനിക്കുന്നതും തുടങ്ങുന്നതുമായ ആ ഒരു ഭാഗത്തായിട്ട് ഇതേപോലെ ഫുള്ളാക്കി കൊടുക്കരുത്, ഒരു ചെറിയൊരു രീതിക്ക് സെറ്റാക്കി കൊടുക്കുക. അത് കറക്റ്റ് സെറ്റാക്കിയതിന് ശേഷം കറക്റ്റ് നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഒരു ചെറിയൊരു ഇത് ഒന്ന് സെറ്റാക്കി ഒരു ഡ്യൂറേഷനിൽ അത് സെറ്റായതിന് ശേഷം ആ എഫക്റ്റ് വീണ്ടും നമ്മൾ നേരത്തെ ചെയ്ത പോലെ കോപ്പി ചെയ്തിട്ട് നമ്മുടെ എല്ലാ ക്ലിപ്പുകളുടെയും സ്റ്റാർട്ടിങ്ങിലും എൻഡിങ്ങിലുമായിട്ട് അത് കൊണ്ടുപോയിട്ട് നമുക്ക് ഇതേപോലെ ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കണം. എല്ലാ വീഡിയോ ക്ലിപ്പിൽ എത്ര ക്ലിപ്പ് കൊടുത്തിട്ടുണ്ടോ അത്രയും ക്ലിപ്പിൽ നമ്മൾ ഇതേപോലെ ഒന്ന് ജസ്റ്റ് ഒന്ന് കോപ്പി ചെയ്താൽ മതി. കോപ്പി ചെയ്തിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് പിടിച്ചിട്ട് നമുക്കൊന്ന് അവിടെ നീക്കി ഇവിടെ ആ കറക്റ്റ് സ്പോട്ടിലൊന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമുക്ക് എല്ലാ വീഡിയോ ക്ലിപ്പിലും ചെറിയൊരു കീ ഫ്രെയിം വെച്ചിട്ട് നമുക്ക് ചെറിയൊരു അഡ്ജസ്റ്റ്മെൻറ്റ് എടുത്തണം. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഒരു കീ ഫ്രെയിം ആഡ് ചെയ്യുക, രണ്ടാമതൊരു കീ ഫ്രെയിം ആഡ് ചെയ്യുക, വീഡിയോൻ്റെ എൻഡിലൊരു കീ ഫ്രെയിം, സ്റ്റാർട്ടിങ്ങിലൊരു കീ ഫ്രെയിം, എന്നിട്ട് ലാസ്റ്റത്തെ കീ ഫ്രെയിമിൽ ഒപ്പാസിറ്റി സെലക്ട് ചെയ്തിട്ട് അതിൻ്റെ വാല്യൂ വന്നിട്ട് ഒരു 25 ആക്കി സെലക്ട് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ആ വീഡിയോ അവസാനിക്കുന്നതിൻ്റെ കുറച്ച് തൊട്ട് ഭാഗത്തായിട്ട് ഗ്രാഫ് സെലക്ട് ചെയ്തിട്ട് അതിൽ ഫസ്റ്റ് കാണുന്ന ഗ്രാഫ് ഒന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ നമ്മുടെ വീഡിയോയിലോട്ട് ഇതേപോലെ നല്ലൊരു ഷെയ്ക്ക് എഫക്റ്റ് നല്ലോണം ആഡ് ആയി കിട്ടിയിട്ടുണ്ടാവും. അപ്പോൾ നമുക്ക് ഇനി ഇതിൽ വേറെ ഒന്നും ചെയ്യേണ്ട, നമ്മളിപ്പോൾ ചെയ്ത പോലെ തന്നെ ആ കീ ഫ്രെയിമിൻ്റെ ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് എല്ലാ വീഡിയോ ക്ലിപ്പിലും സെറ്റ് ചെയ്ത് കൊടുക്കണം. അതായത് ഫസ്റ്റ് ഒരു കീ ഫ്രെയിം ആഡ് ചെയ്യുക, രണ്ടാമതൊരു കീ ഫ്രെയിം ആഡ് ചെയ്യുക, രണ്ടാമത്തെ കീ ഫ്രെയിമിൻ്റെ വന്നിട്ട് ഒപ്പാസിറ്റി എടുത്തിട്ട് ഒരു 25 ആക്കിയിട്ട് നമ്മളൊന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ആ വീഡിയോ അവസാനിക്കണതിൻ്റെ കുറച്ച് മുന്നേ ആയിട്ട് നീക്കി വെച്ചിട്ട് അതിൻ്റെ മുന്നേ ആയിട്ട് ഗ്രാഫ് സെലക്ട് ചെയ്തിട്ട് രണ്ടാമത് കാണുന്ന ഗ്രാഫ് ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതേപോലെ നമ്മുടെ എല്ലാ വീഡിയോ ക്ലിപ്പിലോട്ടും സെറ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ എല്ലാ വീഡിയോസും ഇതേപോലെ സെറ്റ് ചെയ്ത് എല്ലാം റെഡി ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോയിൽ നല്ലൊരു ഷെയ്ക്ക് എഫക്റ്റ് ആഡ് ആയി വരുന്നതാണ്. അപ്പോൾ നമുക്ക് വേറെ ഇതിലൊന്നും ചെയ്യാനില്ല. അപ്പോൾ നമ്മളിപ്പോൾ ഈ വീഡിയോയിൽ ഉപയോഗിച്ചിരിക്കുന്ന വീഡിയോ ക്ലിപ്പും കാര്യങ്ങളും അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കും എല്ലാം നമ്മുടെ ടെലഗ്രാം ചാനലിൽ ഇട്ടിട്ടുണ്ടാവും. ടെലഗ്രാം ചാനലിൻ്റെ ലിങ്ക് നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ ആവശ്യമുള്ളവർ അതിൽ കയറി എടുത്താൽ മതി. നമ്മുടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്.